എല്ലാ കൂട്ടുകാർക്കും ഫിലിമി സ്റ്റോറി ടെല്ലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഥകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടുകാരെ, നമുക്ക് പോയാലോ കഥകളുടെ മായാലോകത്തിലേക്ക്. കഥ തുടങ്ങുമ്പോൾ ഒരാളിങ്ങനെ മണിയടിച്ചുകൊണ്ട് വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഈ മണിയടിയുടെ ശബ്ദം കേട്ട് റെസ്റ്റോറൻറ്റിലെ പെൺകുട്ടി അവിടെയുള്ള കസ്റ്റമേഴ്സിനോട് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യാൻ ടൈമായെന്ന് പറയുകയാണ്. അവളുടെ പേരാണ് സാറ. അവൾ എല്ലാവരോടും ബൈ പറഞ്ഞ് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യുകയാണ്. അവിടെ ഒരു പ്രത്യേക തരത്തിൽ കൊത്തുപണിയുള്ള ഒരു കല്ല് വാതിലിൽ തൂക്കിയിട്ടിരിക്കുന്നു. അതാണ് ടാലിസ്മാൻ. അത് ഭദ്രമായി തന്നെ ഇരിപ്പില്ലേ എന്ന് അവൾ ഉറപ്പുവരുത്തുകയാണ്. ഈ മണിയടിച്ചു പോകുന്ന ആളുടെ പേരാണ് ബോയ്ഡ്. അയാളെ എല്ലാവരും ഷെരീഫ് എന്നാണ് വിളിക്കുന്നത്. എല്ലാവരും അയാളുടെ ബൈയൊക്കെ പറഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുകയാണ്. അയാളൊരു പഴയ ടൗണിലൂടെയാണ് നടക്കുന്നത്. ഇവിടെ ഒരു കുട്ടിയെ കാണിക്കുകയാണ്. അവളുടെ പേരാണ് മേഘൻ. അവളുടെ അമ്മയും മേഘനും ഷെരീഫിനും ബൈയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കെനിയും അവൻ്റെ അച്ഛൻ ലിയുമാണ്. അവർ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെസ്സിനെ നാളെ കളിക്കാമെന്ന് കെന്നി പറയുമ്പോൾ ലിയോ ദേഷ്യപ്പെടുകയാണ്. ക്രിസ്റ്റി അവിടേക്ക് വന്ന് അച്ഛനെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് ജിനയോട് പറയുന്നു അച്ഛനെ ഡൗൺ സ്റ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. പിന്നീട് കെനിയും ക്രിസ്റ്റിയും തമ്മിൽ സംസാരിക്കുകയാണ്. കെനിയുടെ അമ്മയ്ക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാമെന്ന് ക്രിസ്റ്റി പറയുകയാണ്. ഇല്ല, അസുഖം ഭേദമായിട്ട് അച്ഛനെ കാണുന്നതാണ് അമ്മയ്ക്കിഷ്ടമെന്ന് കെനി മറുപടി പറയുന്നു. ശരി, രാത്രിയായില്ലേ, വേഗം വീട്ടിലേക്ക് പോയിക്കൊള്ളൂ എന്ന് കെനിയോട് പറഞ്ഞിട്ട് ക്രിസ്റ്റി ആ ഒരു ഹോസ്പിറ്റൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു കെട്ടിടത്തിലേക്ക് തിരിച്ചു കയറുകയാണ്. ഡോറൊക്കെ ലോക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ടാലിസ്മാൻ ഇല്ലേ, അവിടെ അത് ഭദ്രമായി തന്നെ ഇരിപ്പില്ലേ എന്ന് ഉറപ്പുവരുത്തുകയാണ് ക്രിസ്റ്റി. ഇവിടെ ബോയ്ഡ് ബൈനോക്കുലറിലൂടെ കുറച്ച് അകലെയുള്ള ഒരു കോളനി ഹൗസ് നിരീക്ഷിക്കുകയാണ്. അപ്പോൾ കെന്നി അവിടേക്ക് വരുന്നു. ബോയ്ഡ് എല്ലാം ഓക്കെ അല്ലേ എന്ന് കെന്നിയോട് ചോദിക്കുകയാണ്. അതേന്ന് പറഞ്ഞിട്ട് അവർ വീടുകളിലേക്ക് മടങ്ങുകയാണ്. പിന്നീട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനായിട്ട് പ്രവർത്തിക്കുന്ന പഴയ പോസ്റ്റ് ഓഫീസ് കെട്ടിടം കാണിക്കുന്നു. അവിടെ സംഭവങ്ങളില്ലാത്ത രാത്രി 96 എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ ഒരാൾ കുടിച്ച് ബോധമൊക്കെ പോയിട്ട് നിലത്ത് കിടക്കുകയാണ്. അപ്പോൾ ആ ബാറിലെ ജീവനക്കാരൻ നീ വീട്ടിൽ പോകുന്നില്ലേ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവന് ബോധമില്ലാത്തത് കൊണ്ട് നിൻ്റെ ഭാര്യ ലോറൻ വന്ന് നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ ആ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് കർട്ടനൊക്കെ ശരിയാക്കിയിട്ട് ആ ടാലിസ്മാൻ അവിടെ ഭദ്രമായി ഇരിക്കുമല്ലേ എന്ന് ഉറപ്പ് വരുത്തുന്നു. പിന്നീട് കാണിക്കുന്നത് കുട്ടി മേഘൻ്റെ വീടാണ്. മേഘനും അമ്മയും അച്ഛനെ കാത്തിരിക്കുകയാണ്. അച്ഛൻ എന്താണ് വരാത്തതെന്ന് മേഘൻ ചോദിക്കുമ്പോൾ നിൻ്റെ അച്ഛന് മറവി രോഗം കൂടുതലാണെന്ന് ലോറൻ പറയുന്നു. അവരതിനുശേഷം ഡോർ ക്ലോസ് ചെയ്ത് അകത്തേക്ക് പോകുന്നു. അങ്ങനെ ആ ഒരു ഗ്രാമം മുഴുവൻ ഇരുട്ടിലേക്ക് വീഴുകയാണ്. പിന്നീട് കുട്ടി മേഘൻ ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു ശബ്ദം കേൾക്കുകയാണ്. മേഘൻ, മേഘൻ, നിൻ്റെ മുത്തശ്ശിയാണ് വിളിക്കുന്നത്, വാതിൽ തുറക്ക്. മേഘൻ ഈ ഒരു ശബ്ദം കേട്ടൊന്ന് സംശയിച്ച് നിൽക്കുകയാണ്. മുത്തശ്ശി ശബ്ദം പറയുകയാണ്, ഇത് നമ്മൾ മാത്രം അറിയുന്ന രഹസ്യമായിരിക്കും. ഈ ജനലൊന്ന് തുറക്കുമോളെ. കുട്ടി മേഘൻ ആ ഒരു ജനൽ കർട്ടൻ ഒന്ന് പതുക്കെ മാറ്റുകയാണ്. ഈ ഒരു സംസാരം കേട്ടിട്ട് മേഘൻ്റെ അമ്മ മുകളിലേക്ക് വരുന്നുണ്ട്. മേഘൻ മുത്തശ്ശി രൂപത്തോടെ പറയുകയാണ്, ഇതെൻ്റെ മുത്തശ്ശിയുടെ രൂപമല്ലല്ലോ. ആ ഒരു മുത്തശ്ശി പറയുകയാണ്, ഇല്ല മോളെ, ഞാൻ നിൻ്റെ മുത്തശ്ശിയാണ്, ഞാനിവിടെ ഒറ്റയ്ക്കാണ് മോളെ, നീ വാതിലൊന്ന് തുറക്കൂ. അപ്പോൾ അമ്മ മേഘനോട് പറയുന്നുണ്ട്, മോളെ വാതിൽ തുറക്കല്ലേ, അത് നിൻ്റെ മുത്തശ്ശി അല്ല. അപ്പോൾ അമ്മ ഇങ്ങനെ വിരങ്ങിലിച്ച് നൽകുകയാണ്. പെട്ടെന്ന് മേഘൻ ആ ജനൽ തുറക്കുകയാണ്. ആ ജനൽ തുറക്കുമ്പോൾ ആ മുത്തശ്ശി രൂപം ആക്രോശിച്ചുകൊണ്ട് അവരുടെ നേരെ പാഞ്ഞടുക്കുകയാണ്. അവിടെ ആ സീൻ കട്ടാവുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു വാൻ ഇങ്ങനെ റോഡിലൂടെ പോവുകയാണ്. അതിൽ 4 പേരുണ്ട്. ജിമ്മ്, തബീത, അവരുടെ മക്കളായിട്ടുള്ള ഏദനും ജൂലിയും. ജൂലി ഏദൻ ഇങ്ങനെ മോൺസ്റ്റേഴ്സിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥയിൽ ഏദൻ്റെ ആ ടോയിനെ മോൺസ്റ്റേഴ്സ് വന്ന് കൊല്ലുന്നതായിട്ട് ജൂലി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഏദന് ഭയങ്കര വിഷമാവുന്നുണ്ട്. നമ്മുടെ ഈ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും ഇടയിലുള്ള രസകരമായ ഒരു അടിയില്ലേ, അതുപോലെ ഇവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ അമ്മയായിട്ടുള്ള തബീത വന്നിട്ട് ഏദനോട് പറയുകയാണ്, മോൺസ്റ്റേഴ്സാണ് കൊന്നതെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം ഈ ലോകത്ത് മോൺസ്റ്റേഴ്സേ ഇല്ല. അപ്പോൾ കുട്ടി ഏദന് ഇത് കേട്ടിട്ട് കുറച്ച് സന്തോഷമാവുകയാണ്. അത് കഴിഞ്ഞിട്ട് തബീത ജൂലിയോട് ഇങ്ങനെ കുറച്ച് പേടിപ്പിച്ചിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മേഘൻ്റെ അച്ഛൻ
രാവിലെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അയാളുടെ വീടിൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അയാൾ അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ പുതിയതായി എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷെരീഫ് മുകളിൽ നിന്ന് ഓടി താഴേക്ക് വരികയാണ്. എന്നിട്ട് അവനോട് പറയാണ്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടികളുള്ള വീട്ടിൽ ഈ ഡോറ് ലോക്ക് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നീ വാ, നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അയാളെ മുകളിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്കിത് കാണാൻ വയ്യ. അയാളത് പറയുമ്പോഴും ഇല്ല, നീ ഇത് കാണണമെന്ന് പറഞ്ഞിട്ട് ഷെരീഫ് ആ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കാണുന്നത് ഭിത്തിയിലേക്ക് ഒരുപാട് രക്തമൊക്കെ തെറിച്ച് വളരെ ബ്രൂട്ടലായിട്ട്, അതായത് ഈ മാംസമൊന്നും ശരീരത്തിൽ ഇല്ലാതെ അത്രയും ക്രൂരമായിട്ട് ഭാര്യയും മകളും അവിടെ കിടക്കുന്നത് കാണുവാണ്. അപ്പോൾ നിന്നെ കൂടി ഞാൻ കൊല്ലാമെന്ന് പറഞ്ഞ് ഷെരീഫ് അവൻ്റെ നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. അയാൾക്ക് അത്രയേറെ വിഷമമുണ്ട്. എന്നിട്ട് കെന്നിയോട് പറയുന്നുണ്ട്, നീ ഇവനെ ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഷെരീഫ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ അവിടേക്ക് ആ പള്ളിയിലെ അച്ഛനും കൂടി വരുന്നുണ്ട്. പിന്നീട് ഷെരീഫ് കാണുകയാണ് ആ ടാലിസ്മാൻ ചുവരിൽ നിന്ന് പൊട്ടി നിലത്ത് വീണ് കിടക്കുന്നത്. ഷെരീഫ് വളരെ വിഷമത്തോടെ അതെടുത്ത് പോക്കറ്റിലേക്ക് വെക്കുകയാണ്. അതിനുശേഷം വീണ്ടും ആ വാൻ കാണിക്കുകയാണ്. നമ്മുടെ ജിമ്മും ഫാമിലിയും അവരിങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് വാനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തബീത്ത ഇങ്ങനെ ജിമ്മിനോട് പറയുന്നുണ്ട്, എൻ്റെ പേരൻസിന് നിന്നെ ഇഷ്ടമാകുമെന്ന് കരുതിയില്ല എന്നൊക്കെ പറയുകയാണ്. പെട്ടെന്ന് ഇവരൊരു കാഴ്ച കാണുകയാണ്. ഒരു വലിയൊരു മരം ഇങ്ങനെ റോഡിലേക്ക് വീണ് കിടക്കുകയാണ്. ആ ഒരു മരം എടുത്ത് മാറ്റിയാൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള യാത്ര സാധ്യമാകൂ എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ജിം വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുകയാണ്, എന്തെങ്കിലും മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ എന്നറിയാനായിട്ട്. ഇതൊരു കൊടുങ്കാറ്റ് ആയതാകാൻ എന്ന് ജിമ്മ് പറയുമ്പോൾ, ഒരു മരം മാത്രം വീഴുന്ന ഒരു പ്രത്യേക കൊടുങ്കാറ്റാണല്ലോ എന്നിങ്ങനെ തബീത്ത പറയുന്നുണ്ട്. അതിനുശേഷം കുട്ടി ഏതും പറയാണ്, എനിക്ക് മരത്തിൻ്റെ മുകളിലൂടെ കൂടെ നടന്നാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പോൾ ജിം അവനെ മരത്തിൻ്റെ മുകളിലൂടെ നടത്തുന്നുണ്ട്. അതിനുശേഷം അവരിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാക്ക ഇങ്ങനെ വന്ന് ശബ്ദമുണ്ടാക്കുകയാണ് ഒരു വല്ലാത്ത രീതിയിൽ. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കൂട്ടം കാക്കകൾ ഒരുമിച്ച് വട്ടമിട്ട് പറക്കുകയും ഇടവിടാതെ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ലെന്ന് തോന്നിയിട്ട്, അതായത് കാക്കകളുടെ ശബ്ദം അത്രയും പേടിപ്പെടുത്തുന്നതായിരുന്നു. അവർ വേഗം വാനിലേക്ക് കയറുകയാണ്. പിന്നീട് ഈ നഗരത്തിലെ ഒരു കോളനി ഹൗസ് കാണിക്കുകയാണ്. അവിടെ ഒരു ലേഡി നിന്ന് എന്തോ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഇവരുടെ പേരാണ് ഡോണ. ഇവരുടെ അടുത്തേക്ക് നമ്മുടെ ഷെരീഫ് ഇങ്ങനെ നടന്നു വരികയാണ്. നിങ്ങളിവിടെ വരാൻ പാടില്ലെന്ന് അറിയില്ലേ എന്ന് ഡോണ ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ മകനെ കാണാനാണ് വന്നതെന്ന് ഷെരീഫ് പറയുന്നുണ്ട്. അങ്ങനെ ഷെരീഫ് മകൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആ മകൻ്റെ കൂടെ ഫാത്തിമ എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട്. അവൾ ഓടി വന്ന് ഷെരീഫിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്നുകൂടെ എന്നവൾ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഷെരീഫ് മകനായിട്ടുള്ള എലിസിനോട് സംസാരിക്കുകയാണ്. ഷെരീഫ് മകനോട് പറയുകയാണ്, ഇന്നലെ ടൗണിൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി, 2 പേര് മരണപ്പെട്ടു, നീ അവരുടെ മരണാനന്തര ചടങ്ങുകൾക്ക് വരണമെന്ന് പറയുകയാണ്. ഇവന് അയാൾ പറയുന്നത് കേൾക്കാൻ തീരെ താല്പര്യമില്ലാത്ത പോലെ സംസാരിക്കുകയാണ്. പിന്നീട് അവൻ പറയുകയാണ്, ഇതൊക്കെ പറഞ്ഞു തീർന്നെങ്കിൽ പോയിക്കോളൂ, ഞാനിവിടെ കുറച്ച് തിരക്കിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷെരീഫ് അവിടുന്ന് തിരിച്ച് മടങ്ങി പോവുകയാണ്. പിന്നീട് ആ ഒരു വാൻ കാണിക്കുകയാണ്. ജൂലി അപ്പോൾ പേരൻസിനോട് ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും വീടൊക്കെയുള്ളൊരു സ്ഥലം ഇപ്പോഴെങ്ങാനും എത്തുമോ? തവീത്തയും പറയുന്നുണ്ട്, നമ്മൾക്ക് വഴി തെറ്റിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടി ഏതും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കാക്കകൾ ഇത്രയേറെ ബഹളം വയ്ക്കുന്നത്? അപ്പോൾ ജിം പറയുകയാണ്, കാക്കകൾക്ക് ആ ഒരു കാക്ക ശബ്ദം ഉണ്ടാക്കാനല്ലേ അറിയൂ എന്ന് പറഞ്ഞിട്ട് അവൻ ചിരിക്കുകയാണ്. പിന്നീട് അവർ നോക്കുമ്പോൾ അവർ ആ ഒരു ടൗണിലേക്ക് എത്തുകയാണ്. അപ്പം നമ്മുടെ സാറ ആ ഒരു ടൈമിൽ അവിടെ ഇരുന്ന് അവരെ കാണുകയാണ്. അവർ ഇങ്ങനെ വാനിലൂടെ ആ ഒരു വഴിയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ആ ഒരു മരണാനന്തര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് വഴി ചോദിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ജിം ആ ഒരു വാനിനുള്ളിൽ നിന്ന് പുറത്തേക്ക് അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവരെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കാകുന്നുണ്ട്. അപ്പോൾ ഷെരീഫ് എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾക്കറിയാമല്ലോ ഫസ്റ്റ് ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഷോക്ക്, അവരുടെ കുറച്ച് സമയം കൊടുക്കണം അവർക്കതൊന്ന് അതിൽ നിന്നൊന്ന് പുറത്ത് വരാനായിട്ട്. ഇവിടുത്തെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കാൻ എന്തായാലും കുറച്ച് സമയം അവർക്ക് വേണ്ടി വരുമെന്ന് പറയുകയാണ് ഷെരീഫ്.
ജിമ്മ് അവിടെ പോയിട്ട് ആ ഒരു ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരോട് വഴി ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഷെരീഫ് ജിമ്മിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഫാമിലി ആയിട്ടാണോ വന്നിരിക്കുന്നത്? കൂടെ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടോ? അതെ, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നിരിക്കുന്നതെന്ന് ജിമ്മ് പറയുകയാണ്. അതിനുശേഷം ഏത് റോഡിലൂടെ പോയാൽ ഹൈവേയിലേക്ക് എത്തുമെന്ന് ഷെരീഫിനോട് ജിമ്മ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷെരീഫ് ആ ഒരു ഡയറക്ഷനിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് നിങ്ങൾ ഇതുവഴി പോയാൽ മതിയെന്ന് ജിമ്മിനോട് പറയുന്നുണ്ട്. അപ്പോൾ ജിമ്മ് ഷെരീഫിനോട് താങ്ക്സ് പറഞ്ഞിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ജിമ്മിന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരു വിയേർഡായിട്ട് തോന്നുന്നുണ്ട്. തിരിച്ച് അവർ ആ റോഡിലൂടെ വീണ്ടും വാൻ ഓടിക്കുകയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് കാടുകൾ മാത്രമേ കാണുന്നുള്ളൂ, മറ്റൊന്നും കാണുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ജോലി വന്നിട്ട് ഏതനോട് പറയുകയാണ്, നമ്മൾ ആ കണ്ട കാക്കകളില്ലേ, അത് കൊല്ലാനാണ് വന്നിരിക്കുന്നത്. നിന്നെ അവർ ശരിക്കും നോട്ടയിട്ടിട്ടുണ്ട്. അവർ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ജോലി ഏതനെ. ആ സമയത്ത് നമ്മുടെ തബീത ഏതനോട് പറയുകയാണ്, അത് ക്രോ ഒന്നുമല്ല, റേവനാണ്, പേടിക്കേണ്ട ഒരാവശ്യവുമില്ലെന്ന്. നോക്കുമ്പോൾ അവർ തിരിച്ച് വീണ്ടും ആ ഒരു ടൗണിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ചിട്ട് അവർ സാറയെ കാണിക്കുകയാണ്. സാറയെ കാണുമ്പോൾ അവർ വഴി ചോദിക്കുന്നുണ്ടെങ്കിലും സാറ ദേഷ്യത്തോടെ നടന്നു പോവുകയാണ്. നദാൻ ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അവരിങ്ങനെ പോകുന്നത് കാണുകയാണ്. സാറയുടെ ബ്രദറാണ് നദാൻ. ഇവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണല്ലേ എന്ന് നദാൻ സാറയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാറ പറയാണ്, ഇതാണ് ഇതിൻ്റെ ഒരു വേഴ്സ് പാർട്ട് എന്ന് പറയുന്നത്, ഒരിക്കലും ഇനി തിരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവുണ്ടല്ലോ. അപ്പോൾ നദാൻ ചോദിക്കുന്നുണ്ട്, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ ഓക്കെ ആണോ എന്നൊക്കെ. അവൾ ഓക്കെ ആണെന്ന് പറയാണ്. അതിനുശേഷം നദാൻ പറയുന്നുണ്ട്, ഞാൻ മൃഗങ്ങൾക്കൊക്കെ ആഹാരം കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സാറ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. വീണ്ടും നമ്മുടെ വാൻ കാണിക്കുന്നുണ്ട്. അവിടെ തബീത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഏതോ ഒരു യൂട്ടേൺ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ശരിക്കും തർക്കിക്കുന്നുണ്ട്. താൻ ഒരു വഴിയും മിസ് ചെയ്തിട്ടില്ലെന്ന് ജിം പറയുകയാണ്. അപ്പോൾ തബീത്ത പറയുന്നു, നിങ്ങൾ പതിയെ പോകൂ, വഴി മിസ്സായാൽ അറിയാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ, നീ ഈ വഴി വല്ലതും കാണുന്നുണ്ടോ, ഈ കുറേ മരങ്ങളും കാടുമല്ലാതെ എന്ന് ജിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ വീണ്ടും ആ ഒരു ടൗണിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ വഴി നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെന്ന് തബീത്ത പറഞ്ഞിട്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനെ വരാനായിട്ട് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ ഷെരീഫും കെന്നിയും ഇത് കാണുന്നുണ്ട്. ഇവർ വീണ്ടും ഇങ്ങനെ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവർ വീണ്ടും വാൻ റിവേഴ്സ് ചെയ്ത് വീണ്ടും എതിർ ദിശയിലേക്ക് പോകുകയാണ്. അപ്പോൾ കെന്നി ഷെരീഫിനോട് ചോദിക്കുന്നുണ്ട്, അവർ ഈ ഒരു സത്യം മനസ്സിലാക്കാൻ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഷെരീഫ് എന്തോ ഒന്ന് കെന്നിയോട് എടുത്തിട്ട് വരാൻ പറയുകയാണ്. ഇപ്പോൾ വീണ്ടും അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഏതോ ഒരു വഴി മിസ്സാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ പെട്ടെന്ന് കാണുകയാണ്, എതിർദിശയിൽ നിന്ന് ഒരു കാറ് വരുന്നുണ്ട്. അപ്പോൾ തബീത്ത പറയുകയാണ്, ഈ കാറിൽ വരുന്നവർക്ക് ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ പറ്റും, അവർക്ക് ആ ഒരു വഴി കാണിച്ചു തരാൻ പറ്റുമെന്ന് തബീത്ത പറയാണ്. അപ്പോൾ വേഗം ജിമ്മിൻ്റെ കയ്യിൽ നിന്ന് ആ വാനിൻ്റെ ഒരു കൺട്രോൾ പോയിട്ട് ഈ ഒരു കാറുമായിട്ട് കൂട്ടിയിടിക്കാനായിട്ട് പോകുമ്പോൾ ജിമ്മ് വേഗം ഒന്ന് വെട്ടിച്ച് മാറ്റുന്ന ആ ഒരു ടൈമിൽ ആ വാൻ അങ്ങോട്ട് മറിയുകയാണ്. അപ്പോൾ വാൻ മറിഞ്ഞിട്ട് ഒരു മരമൊക്കെ ഇടിച്ച് ആ ചില്ലൊക്കെ തകർന്ന് കാറിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ജിമ്മ് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ തബീത്ത വിളിക്കുമ്പോൾ തബീത്തയ്ക്ക് എണീക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും അത്യാവശ്യം പരിക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ കുട്ടിയേതിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു കമ്പി അവൻ്റെ കാലിൽ തറച്ച് കയറിയിട്ടുണ്ട്. അവനും അനങ്ങാൻ പറ്റാതെ ഇരിക്കുകയാണ്. ഈ ഒരു കാറിൽ വന്ന ആളുണ്ടല്ലോ, അയാൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അയാൾക്ക് സാരമായി തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അയാൾ രക്തം വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അയാൾക്ക് പെട്ടെന്ന് എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു സമയത്ത് ഷെരീഫും കെന്നിയും അതിൻ്റെ അടുത്തായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു വാൻ ഒന്ന് നിർത്തിക്കാൻ വേണ്ടിയിട്ട്, ആ ടയറൊന്ന് പഞ്ചറാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ്. അതിനുശേഷം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ഒരാൾ നടന്നു വരുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. പെട്ടെന്ന് ഇവർ പേടിക്കുന്നുണ്ട്. കാരണം ഇരുട്ടാകാൻ ഇനി അധികം സമയമില്ല. ഷെരീഫ് കെന്നിയോട് വേഗം ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് എല്ലാവരെയും കൂട്ടി അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് ഷെരീഫ് വേഗം ആ ആക്സിഡൻറ്റ് നടന്ന പ്ലേസിലേക്ക് പോവുകയാണ്.
അപ്പോൾ കെന്നി ഈ ഒരാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ക്രിസ്റ്റിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ക്രിസ്റ്റി ഈ ഒരാളെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, ഈ വാനിൽ വന്നിരുന്ന ആളാണോ ഇതെന്ന് ചോദിക്കുമ്പോൾ കെന്നി അല്ല, ഇത് മറ്റൊരാളാണെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഇനിയും ആക്സിഡൻറ്റ് പറ്റി ആ ഒരു സ്ഥലത്ത് കുറച്ച് ആളുകൾ കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് എൻ്റെ പേര് ടോബി എന്നാണ്, എൻ്റെ കൂടെ ജെയ്ഡ് എന്നൊരാളുണ്ടെന്നൊക്കെ ടോബി പറയുന്നുണ്ട്. അതിനുശേഷം ക്രിസ്റ്റി നമ്മുടെ ജീനയോട് ഇയാൾക്ക് വേണ്ടുന്ന ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ക്രിസ്റ്റി അത്യാവശ്യം മെഡിസിനും ഒക്കെ ബാഗിലാക്കിയിട്ട് നമ്മുടെ കെന്നിയോടൊപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ ടോബിയുടെ ഫ്രണ്ട് ജെയ്ഡ് ആ കാറിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അവനും ചുറ്റുമുള്ളതൊക്കെ നോക്കുന്നുണ്ട്. പരിചിതമില്ലാത്ത സ്ഥലമാണ്. ഒരു സമയത്ത് ഷെരീഫും ഓടി അതുവഴി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ ആണോ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും മുറിവുകൾ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജെയ്ഡ് ഷെരീഫിൻ്റെ മുഖത്ത് പിടിച്ചിട്ട് നീ ഒരുപാട് സുന്ദരനാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ജെയ്ഡിൻ്റെ ആകെ ഒരു കിളി പോയ അവസ്ഥയാണ്. അപ്പോൾ ഷെരീഫിനും എന്താണ് ഇവന് പറ്റിയതെന്ന് മനസ്സിലാകുന്നില്ല. അതിനുശേഷം ഷെരീഫ് കയ്യിലുള്ള ഒരു വിലങ്ങെടുത്തിട്ട് അവനെ കാറിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് നീ ഇവിടെ നിന്ന് എവിടെയും പോകരുത്, ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഓടി ആ ഒരു വാൻ മറിഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഷെരീഫിന് മനസ്സിലാകുന്നുണ്ട് ആ ഒരു വാനിൻ്റെ അകത്ത് എല്ലാവരും പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഷെരീഫ് വന്നിട്ട് പറയാണ്, നിങ്ങൾ ആരും പേടിക്കണ്ട, എൻ്റെ പേര് ബോയ്ഡ് എന്നാണ്, അതുപോലെ തന്നെ ഒരു ടീം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് അവരോട് പറയാണ്. അതിനുശേഷം ഷെരീഫ് ആ വാനിൻ്റെ ഡോറ് തുറക്കുന്നുണ്ട്. അവൻ അതിനകത്തേക്ക് കയറി തബീത്തെ പിടിച്ചു നോക്കുന്നുണ്ട്, അവൾ ഓക്കെ ആണോ എന്നറിയാനായിട്ട്. അതിനുശേഷം ജിമ്മിനോട് പറയുന്നുണ്ട്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൾ ഓക്കെ ആണെന്ന്. അതിനുശേഷം നമ്മുടെ ജൂലിയുടെ അടുത്തേക്ക് വന്നിട്ട് ജൂലിയോട് പേരൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഏവനെ നോക്കുമ്പോൾ അവന് നല്ല പരുക്കുണ്ടെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ആദ്യം ജൂലിയെ പുറത്തേക്ക് എത്തിക്കുകയാണ് ഷെരീഫ്. പിന്നീട് നമ്മുടെ ഏലീസിനെ കാണിക്കുകയാണ്. ഏലീസ് ആ കുട്ടി മേഘനും അമ്മയും അടക്കം ചെയ്തിരിക്കുന്ന അവിടെ പൂക്കൾ വെക്കുകയാണ്. അപ്പോൾ മുൻപേ നമ്മുടെ ഷെരീഫ് അവനെ അതിന് വിളിച്ചിരുന്നു, ബട്ട് അവൻ ആ സമയത്ത് വരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് അവൻ വന്ന് അവിടെ പൂക്കൾ വയ്ക്കുകയാണ്. ആ ഒരു ടൈമിൽ ഫാദറും കെന്നിയും ക്രിസ്റ്റിയും ഒരു കാറിൽ വന്നിട്ട് അവനോട് പറയുകയാണ്, ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ നീയും വരണം ഹെൽപ്പ് ചെയ്യാനായിട്ട്. അത് പറയുമ്പോൾ അവൻ ചോദിക്കുകയാണ്, ഏതാണ് എവിടെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അതൊന്നും പറയാൻ ടൈമില്ലെന്ന് പറഞ്ഞിട്ട് അവനെ വേഗം കാറിലേക്ക് കയറ്റുകയാണ്. പിന്നീട് നമ്മുടെ ടോബിയെ കാണിക്കുകയാണ്. അവിടെ ഒരു ട്രിപ്പൊക്കെ ഇട്ട് കിടത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കെന്നിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് അയാൾ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോൾ ജീന് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്നൊക്കെ. എന്നിട്ട് ഡൗൺ സ്റ്റേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ കെന്നിയും ഫാദറും ക്രിസ്റ്റിയും ഒക്കെ ആ ഒരു അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. ക്രിസ്റ്റി ആദ്യം വന്നിട്ട് ജെയ്ഡിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ജെയ്ഡ് അവളോടും പറയുന്നുണ്ട്, നീ വളരെ സുന്ദരിയായിരിക്കുന്നല്ലോ എന്നൊക്കെ. അപ്പം ഷെരീഫും ജൂലിയെ പുറത്തു കൊണ്ടുവരുവാണ്. അതിനുശേഷം അവളോട് പറയുന്നുണ്ട്, നീ ടെൻഷനൊന്നും ആവണ്ട, റിലാക്സ് ആയിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് കെന്നി അവിടേക്ക് വരുവാണ്. സോ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഷെരീഫ് വീണ്ടും ഒരു വാനിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ജെയ്ഡ് ഒരു കിളി പോയ അവസ്ഥയിലാണ്. അപ്പോൾ ക്രിസ്റ്റി ഫാദറിനോട് പറയുന്നുണ്ട്, ഇവൻ്റെ മേലൊരു കണ്ണ് വേണം, ഇവൻ സ്വന്തമായിട്ട് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് ക്രിസ്റ്റി ഫാദറിനോട് പറയുകയാണ്. ആ ഒരു സമയത്ത് കെന്നി അവിടേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് ക്രിസ്റ്റിയോട് പറയുന്നുണ്ട്, വേഗം താഴേക്ക് വരാമോ, അവിടെ അവസ്ഥ കുറച്ച് മോശമാണ്. അപ്പോൾ ജെയ്ഡിനെ ഫാദറിനെ ഏൽപ്പിച്ചിട്ട് ക്രിസ്റ്റി അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഫാദറിനോടും ജെയ്ഡ് പറയുന്നുണ്ട്, നിങ്ങൾ വളരെ സുന്ദരനായിരിക്കുന്നല്ലോ എന്ന്. ഈ സമയം ടോബിയുടെ അടുത്തേക്ക് സാറ് വരുവാണ്. ടോബിയോട് ഒന്നും പേടിക്കാനില്ല, ഇത് കുടിച്ചിട്ട് റെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സാർ അവൻ്റെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുവാണ്. അപ്പോൾ ടോബിക്ക് വളരെ പേടിയാവുന്നുണ്ട്. സാറ് ആ വെള്ളം അവനെ കുടിപ്പിക്കുകയാണ്. അതിനുശേഷം തബീതനെ ഏലിസും കെന്നിയും കൂടി നമ്മുടെ ജൂലിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരു സമയത്ത് തബീത ഇങ്ങനെ വീണ് പോവുകയാണ്. അതിനുശേഷം എന്നാൽ കുഞ്ഞ് ഏതിനെ പറ്റിയിട്ട് ഷെരീഫും ക്രിസ്റ്റിയും സംസാരിക്കുകയാണ്. അവൻ്റെ കാലിലൊരു കമ്പി തറച്ചു കയറിയിട്ടുണ്ട്, അത് മാറ്റാനായിട്ട് 1 മണിക്കൂറെങ്കിലും സമയം വേണ്ടി വരുമെന്ന് ക്രിസ്റ്റി പറയുകയാണ്. അപ്പോൾ ആ ഒരു സമയം ഇവിടെ ഇരുട്ട് വ്യാപിക്കും, ഇവിടെ നിൽക്കുന്നത് സേഫും അല്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഷെരീഫ് തൻ്റെ കയ്യിലുള്ള ഒരു ടാലിസ്മാൻ എടുത്ത് കാട്ടുകയാണ്. ഓക്കെ, എന്നാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ക്രിസ്റ്റി പറയുകയാണ്. അപ്പോൾ കെന്നി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ വർക്ക് ചെയ്യുമോ? വർക്ക് ചെയ്യുമെന്ന് പറയുകയാണ് ക്രിസ്റ്റി. അതിനുശേഷം
ക്രിസ്റ്റി ആ ഒരു വാനിലേക്ക് ഇറങ്ങി വരുവാണ്. നമ്മുടെ ജിമ്മ് അവനെ മടിയിൽ കിടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വൈഫ് ഇപ്പോൾ ഓക്കെയാണ്, ബോധമൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് പോയി കണ്ടിട്ട് വരുമെന്ന് പറയുകയാണ് ക്രിസ്റ്റി. അപ്പം നമ്മുടെ ഷെരീഫ് ആ ഒരു ടൈമിൽ തബീത്തയോട് പറയുന്നുണ്ട്, നിങ്ങളിവിടുന്ന് ടൗണിലേക്ക് പോകണം, രാത്രി നിൽക്കുന്നത് സേഫ് അല്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ടൈമിൽ ജിം അവിടേക്ക് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ അവർക്ക് ആർക്കും എന്തുകൊണ്ടാണ് ഇവരിത് പറയുന്നത് എന്നുള്ള റീസൺ മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവർ ഇവിടെ ഫാമിലി ആയിട്ട് നിൽക്കുക എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഷെരീഫ് പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പം ഞാൻ പറയുന്നത് മനസ്സിലാകില്ല, പക്ഷേ എനിക്ക് ഇനിയും ഒരു കുട്ടിയെ കൂടി മറവ് ചെയ്യാൻ വയ്യ, അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിവിടുന്ന് പോകണമെന്ന് പറയാണ് ഷെരീഫ്. അതിന് ശേഷം സാറയെ കാണിക്കുന്നുണ്ട്. അവളിങ്ങനെ ടോബിയെ നോക്കി നിൽക്കുന്നുണ്ട്. അവളോട് ടോബി ഇങ്ങനെ ആക്സിഡൻറ്റിനെ പറ്റിയൊക്കെ ചോദിക്കുകയാണ്. അവർക്കൊക്കെ കുഴപ്പമുണ്ടോ, ഞാൻ കാരണമാണ് ഈ ആക്സിഡൻറ്റ് പറ്റിയെന്നൊക്കെ ടോബി പറയാണ്. അപ്പോൾ സാറ് പറയാണ്, ഇതൊന്നും നിൻ്റെ കുറ്റമല്ല, ഇതൊന്നും നിൻ്റെ കുറ്റമല്ല എന്ന് സാറ പറഞ്ഞിട്ട് അവനൊരു കിസ് കൊടുക്കുകയാണ്. അതിന് ശേഷം അവൾ അവിടെ ഇരുന്ന് ഒരു സർജിക്കൽ പ്ലേറ്റ് എടുത്ത് അവനെ കുത്തുകയാണ്. അങ്ങനെ ടോബി മരിക്കുകയാണ്. ഷെരീഫ് എലീസിനെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ വേഗം ടൗണിലേക്ക് പോകണം, ഇരുട്ടാകാറായി, അതുപോലെ തന്നെ ജെയ്ഡ് ഒരു പ്രശ്നക്കാരനാണ്, അവനെ സൂക്ഷിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ എലീസ് പറയാണ്, ഇവിടെ നിൽക്കുന്നത് ആത്മഹത്യാപരമായ ഒരു തീരുമാനം ആണ് എന്ന് ഷെരീഫിനോട് പറയണം. അപ്പം ഷെരീഫ് പറയാണ്, വേറെ വഴിയൊന്നും ഇല്ല എന്ന് തൻ്റെ മകനോട് പറയാണ് ഷെരീഫ്. അതിനുശേഷം നമ്മുടെ തബീത്തയും നമ്മുടെ ജിമ്മിനെയും കാണിക്കുന്നുണ്ട്. തബീത്ത പറയാണ്, ഈ ടൗണിലുള്ള ആളുകളെ ഒന്നും ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അതുപോലെ തന്നെ ഞാൻ എൻ്റെ മകൻ തോമസ് ഇല്ലാതെ തിരിച്ച് പോകില്ല എന്ന് പറയാണ്. അപ്പം ജിമ്മ് പറയാണ്, അത് തോമസ് അല്ല, ഏതനാണ്. ആ ഒരു ടൈമിൽ തബീത്ത കരയാണ്. പിന്നീട് നമ്മുടെ ജിം പറയാണ്, നിൻ്റെ ഈ ഒരു കണ്ടീഷനിൽ നിന്നെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടറിന് നിന്നെയും അതുപോലെ തന്നെ ഏതിനെയും കൂടി ഒരുമിച്ച് നോക്കുന്നത് പ്രയാസകരമായിരിക്കും, അതുകൊണ്ട് നീ തൽക്കാലം അവരുടെ കൂടെ ടൗണിലേക്ക് പോകുക എന്ന് പറയാണ്. പിന്നീട് കെന്നി ഓടി വന്ന് പറയാണ്, നിങ്ങൾ വേഗം വരണം, സമയമില്ല, നമുക്ക് വേഗം ആ ഒരു ടൗണിൽ എത്തണമെന്ന് പറയാണ്. ജിം വാനിലേക്ക് വരുവാണ്. അപ്പോൾ ക്രിസ്റ്റി അവനോട് ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും വിളക്കുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലുള്ള ആ ഒരു വിളക്കുകളൊക്കെ അവിടെ എടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ക്രിസ്റ്റി പറയുന്നുണ്ട് ജിമ്മിനോട്, അതായത് കുട്ടിയെ കഴുത്തിലൊന്ന് താങ്ങി പിടിക്കണമെന്ന് പറയുകയാണ് ക്രിസ്റ്റി. ആ ഒരു സമയത്ത് ഷെരീഫ് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ടാലിസ്മാൻ ഉണ്ടല്ലോ, അത് ആ ഒരു വാതിൽ തൂക്കിയിടുന്നുണ്ട്. അപ്പോൾ ഇത് ജിമ്മ് കാണുന്നുണ്ട്. അപ്പോൾ ജിമ്മ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഷെരീഫ് അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, നമ്മളെ സേഫാക്കി വെക്കുകയാണെന്ന് പറയാണ്. ഈ ഒരു നേരം കെന്നിയും കൂട്ടുകാരും ആ ഒരു കാറിൽ ഇങ്ങനെ വേഗം ആ ഒരു വീട്ടിലേക്ക് എത്താൻ പോവുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ ഷെരീഫൊക്കെ പഞ്ചറാകാൻ വേണ്ടിയിട്ട് ആ ഒരു മുള്ളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു മുള്ളിൽ കയറിയിട്ട് കാറ് പഞ്ചറാവുകയാണ്. ആ ഒരു ടൈമിൽ എലീസ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് അകലെ കോളനി ഹൗസ് കാണുന്നുണ്ട്. അതിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഓപ്പൺ ആക്കി തരുമെന്ന് എലീസ് പറയാണ്. അതിനുശേഷം കെന്നി തബീത്തയും ജൂലിയൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആവുന്ന എത്ര സ്പീഡിൽ ഓടണം, വഴിയിൽ എന്ത് കണ്ടാലും നിൽക്കുകയോ നോക്കുകയോ ചെയ്യരുത്, മാക്സിമം സ്പീഡിൽ ഓടി ആ ഒരു കോളനി ഹൗസിൽ എത്തണമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ആ ഒരു കോളനി ഹൗസ് ലക്ഷ്യമായിട്ട് അങ്ങോട്ട് ഓടുകയാണ്. അതിനുശേഷം ജിമ്മ് ഷെരീഫിനോട് ചോദിക്കുന്നുണ്ട്, എന്തിൽ നിന്ന് സേഫാക്കി വേണ്ടിയാണ് ആ ഒരു ഇത് വെച്ചിരിക്കുന്നത്, ആരിൽ നിന്നാണ് നിങ്ങൾ സേഫ് ആകുന്നത്? അപ്പോൾ ഷെരീഫ് അത് ഇപ്പോൾ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ പറയാൻ വരുന്ന ടൈമിൽ എന്തോ ഒരു വിറയൽ ഏതിന് വരുവാണ്. അപ്പം ഷെരീഫ് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റി പറയാണ്, നിങ്ങൾ ആ ഒരു ഡോറ് സേഫാക്കി അവിടെ വെക്കാനായിട്ട് പറയാണ്. ആ ഒരു ടൈമിൽ ഒരുപാട് ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷെരീഫ് ആ ഒരു കവർ ചെയ്തിരിക്കുന്നൊരു ഗ്ലാസ്, ആ ഗ്ലാസ് പൊട്ടി തകർന്നതാണ്. അവിടെ ഒരു മെത്ത വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. അതൊന്ന് മാറ്റിയിട്ട് നോക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നു, അവരെത്തി, അവർ വരുന്നുണ്ട്. അപ്പോൾ കാണിക്കുന്നത് ഒരുപാട് പ്രേതങ്ങളാണ്.
പ്രേതങ്ങളെന്ന് പറയാൻ പറ്റില്ല, അതിലും നികൃഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ അതിലും പേടിപ്പെടുത്തുന്ന മനുഷ്യരൂപമുള്ള രാക്ഷസന്മാരാണെന്ന് പറയാം. കാരണം അവർ മനുഷ്യന്മാരെ അങ്ങനെയാണ് കൊല്ലുന്നത്. സോ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ആ വാനിൻ്റെ അടുത്തേക്ക് വരുവാണ്. അവിടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.